ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ചെനാബ് പാലം, അഞ്ചീകണ്ട് പാലം, പുതിയ പാമ്പൻ പാലം എന്നിവയാണ്. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ഹോട്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ റീസെൻ്റായിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇതങ്ങ് പഠിച്ചു പോകാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. സപ്പോർട്ട് വളരെ തീരെ കുറവാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെനാബ് പാലമാണ്. ചെനാബ് പാലത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഇതാണ് ചെനാബ് പാലം. ഈ ചെനാബ് പാലം 2025 ജൂൺ 6 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 2025 ജൂൺ 6 പ്രധാനമന്ത്രി ആയ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അപ്പം നമ്മളോട് ചോദിച്ചാൽ പറയണം, ചെനാബ് പാലം എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2025 ജൂൺ 6 2025 ജൂൺ 6 ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ക്ലിയർ ആണ്? അടുത്തത്, ചെനാബ് പാലം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ്. അപ്പോൾ ചെനാബ് പാലം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ്. ഈയിടെ ഇത് നിങ്ങൾ ഈ ഫോട്ടോയിലോട്ട് നോക്ക്, ഇതൊരു ആർച്ച് ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ, ചെനാബ് പാലം ആർച്ച് ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ്. കണ്ടോ, സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ് നമ്മുടെ ചെനാബ് പാലം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ നമ്മുടെ ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് റിയാസി ജില്ലയിലാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ് ചെനാബ് പാലം എന്ന് പറയുന്നത്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റിയാസി ജില്ല ജമ്മു കാശ്മീർ. റിയാസി ജില്ല ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. അപ്പം നദിയിൽ നിന്ന്, അതായത് ഇത്രയും ഉള്ള ഹൈറ്റാണ്, നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ചെനാബ് പാലം നദിയിൽ നിന്ന് 359 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. അതുകൂടെ ഒന്ന് പറഞ്ഞിരിക്കണം. നദിയിൽ നിന്ന് 359 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിൽ നിന്നാണ്? ചെനാബ് നദിയിൽ നിന്ന്. അപ്പോൾ ചെനാബ് നദിയിലുള്ള പാലമാണ് ചെനാബ് പാലം കേട്ടോ. അതുകൊണ്ട് മറന്നുപോലെ, ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ചെനാബ് നദിയിലാണ് കേട്ടോ. ചിനാബ് നദിയിലാണ്. അപ്പം ചിനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ, നോട്ട് ചെയ്തോണേ, നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിൽ കേട്ടോ. അപ്പോൾ ഈഫൽ ടവർ നമുക്കറിയാലോ, ഈഫൽ ടവറിനേക്കാൾ എത്രയാണ്? 35 മീറ്റർ ഉയരത്തിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ചെനാബ് പാലം. ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC പരീക്ഷകൾ ചോദിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ ചെനാബ് പാലത്തിൻ്റെ നീളം എത്രയാണെന്നോടൊന്ന് അറിഞ്ഞിരിക്കണം. നീളം എത്രയാണെന്നൊന്ന് അറിയിക്കാം. 1315 മീറ്ററാണ് കേട്ടോ. 1315 മീറ്റർ നീളമാണ് ഈ ചെനാബ് പാലത്തിന് ആകെ ഉള്ളത് കേട്ടോ. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണേ. പിന്നെ പാലത്തിൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ടെക്ല എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. അപ്പോൾ പാലത്തിൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എന്ത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത്? ടെക്ല എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. അപ്പോൾ പാലത്തിൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള വർക്കുകൾക്കൊക്കെ ഉപയോഗിച്ചത് ടെക്ല എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത്. ക്ലിയർ ആണ്? ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പം നമുക്കറിയാം എന്താണ് ഇത്, ചെനാബ് എന്ന് പറഞ്ഞാൽ റെയിൽവേ പാലമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് ഈ ചെനാബ് പാലം നിൽക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. കൗരി ബക്കൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ്. കൗരി ബക്കൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് ഈ ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ചെനാബ് പാലം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കത്ര ബനിഹാൽ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ചെനാബ് പാലം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കത്ര ബനിഹാൽ. അതുപോലെ തന്നെ ഇത് ഏത് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദ്ധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുമായിട്ട് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചെനാബ് റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ചെനാബ് പാലം നിർമ്മിച്ചത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിച്ചത് ആരാണ്? ഇന്ത്യൻ റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേ
കോർപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഈ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. അപ്പോൾ എന്താണ്, ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ആരാണ്? ഇന്ത്യൻ റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. ഏതിൻ്റെ? ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എത്രയാണ്? 266 km/h വേഗതയിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നോട്ട് ചെയ്തോണേ, പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് 266 km/h വേഗതയിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ചെനാബ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് 266 km/h വേഗതയിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നീളം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 1315 മീറ്ററാണ് ചെനാബ് പാലത്തിൻ്റെ ആകെ നീളമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചെനാബ് പാലത്തിൽ ഉദ്ഘാടനത്തിന് ഓടിയ ആദ്യ ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഖത്ര മുതൽ ശ്രീനഗർ റൂട്ടിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ചെനാബ് പാലത്തിൽ കൂടെ ആദ്യമായിട്ട് ഓടിയ ട്രെയിൻ കേട്ടോ. അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഖത്ര മുതൽ ശ്രീനഗർ റൂട്ടിലുള്ള ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ആദ്യമായിട്ട് നമ്മുടെ ചെനാബ് പാലത്തിലൂടെ ഓടിയത്. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അങ്ങ് പറഞ്ഞു പോവാം. ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോവാം. നമ്മൾ പഠിച്ചു ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റിയാസി ജില്ല, ജമ്മു കാശ്മീർ. നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ചെനാബ് പാലം. പാലത്തിൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ടെക്ല എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. നോട്ട് ചെയ്തോണേ, ടെക്ല എന്ന സോഫ്റ്റ്വെയർ. ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൗരി ബക്കൽ. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കത്ര, ബനിഹാൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തെറ്റിപ്പോയല്. കൗരി ബക്കൽ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കത്ര, ബനിഹാൽ. ഏത് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം ആരാണ്? ഇന്ത്യൻ റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ മേൽനോട്ടം വഹിച്ചത്. പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് 266 km/h വേഗതയിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ്. ആകെ നീളം എത്രയാണ്? 1315 മീറ്ററാണ് ആകെ നീളമായിട്ട് വരുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഖത്ര മുതൽ ശ്രീനഗർ റൂട്ടിൽ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ആദ്യമായിട്ട് സർവീസ് നടത്തിയത് ഉദ്ഘാടനത്തിന്. ക്ലിയർ ആണ്. ഇനി നമുക്ക് അടുത്ത പാലം നോക്കാം. അഞ്ചിഗഡ് പാലം നമുക്ക് പഠിക്കാം. ലോകത്തിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽവേ പാലമാണ് അഞ്ചിഗഡ് പാലം. അപ്പോൾ അഞ്ചിഗഡ് പാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽവേ പാലമാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലം. അപ്പോൾ നോട്ട് ചെയ്തോണം, ലോകത്തിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽവേ പാലമാണ് അഞ്ചിഗഡ് പാലം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലം. അപ്പോൾ ആദ്യത്തെ ഏതാണ്? ആദ്യത്തെ ചെനാബ് പാലമാണ്. രണ്ടാമത്തേതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമാണ് അഞ്ചിഗഡ് പാലം. ക്ലിയർ ആണ്. നദിയിൽ നിന്ന് 331 മീറ്റർ ഉയരം കേട്ടോ. അഞ്ചിഗഡ് പാലത്തിന് നദിയിൽ നിന്ന് 331 മീറ്റർ ഉയരമാണ് വരുന്നത്. ആകെ നീളം എന്ന് പറഞ്ഞാൽ 725.5 മീറ്ററാണ് വരുന്നത്. 2025 ജൂൺ 6 അതായത് നമ്മുടെ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് അഞ്ചിഗഡ് പാലവും. അപ്പോൾ 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കത്ര റിയാസി ആണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഈ അഞ്ചി നദിയുടെ മുകളിലൂടെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്, അഞ്ചിഗഡ് പാലം. അഞ്ചി നദി ചെനാബ് നദിയുടെ പോഷക നദിയാണ്. അതുകൂടെ അറിഞ്ഞിരിക്കണം. അഞ്ചി നദി ചെനാബ് നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ചെനാബ് നദിയുടെ ഒരു പോഷക നദിയാണ് അഞ്ചി നദി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ലോകത്തിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽവേ പാലമാണ് അഞ്ചിഗഡ് പാലം. ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമാണ് അഞ്ചിഗഡ് പാലം. നദിയിൽ നിന്ന് 331 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലമാണ് അഞ്ചിഗഡ് പാലം. ആകെ നീളം 725.5 മീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ അഞ്ചിഗഡ് പാലം സ്ഥിതി ചെയ്യുന്നു. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കത്ര, റിയാസി. ഈ അഞ്ചി നദി എന്ന് പറയുന്നത് ചെനാബ് നദിയുടെ പോഷക നദിയാണ്. ക്ലിയർ ആയേ? ഇനി നമുക്കിനി അടുത്തത് പുതിയ പാമ്പൻ പാലത്തെ കുറിച്ച് പഠിക്കാം. പുതിയ
പുതിയ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പുതിയ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അപ്പം പുതിയ പാമ്പൻ പാലത്തിൻ്റെ ആകെ നീളം എത്രയാണ്? 2.7 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ 2.7 കിലോമീറ്റർ ആണ് പുതിയ പാമ്പൻ പാലത്തിൻ്റെ ആകെ നീളം ആയിട്ട് വരുന്നത്. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് പുതിയ പാമ്പൻ പാലം. വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എന്ന് പറയുന്നത് ഇത് കണ്ടോ, നിങ്ങൾ ഈ വെള്ള കളർ കണ്ടോ, ഇത് മുകളിലോട്ട് പൊക്കാൻ സാധിക്കും. അതാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് പൊക്കി കഴിഞ്ഞാൽ ഇതിനടിയിൽ കൂടെ ഷിപ്പിന് പോകാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണേ? അപ്പം അതാണ് പറയുന്നത്. അതായത് സാങ്കേതികത പറയുകയാണ് ഓട്ടോമേറ്റഡ് ലിഫ്റ്റഡ് സംവിധാനം കേട്ടോ. ഓട്ടോമേറ്റഡ് ലിഫ്റ്റഡ് സംവിധാനം, അതായത് ഷിപ്പ് വരുമ്പോൾ ഇന്ന് മുറക്കി ഇത് പൊങ്ങുന്നതാണ്. അതാണ് ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനം. സാങ്കേതികത പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനം 63 മീറ്റർ ഭാഗം ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഇത് 63 മീറ്റർ ഭാഗം ഉയർത്താൻ സാധിക്കും പുതിയ പാമ്പൻ പാലത്തിന്. ട്രെയിൻ വേഗത വരുന്നത്, ഈ പാലത്തിലൂടെയുള്ള ട്രെയിനിൻ്റെ വേഗത പരമാവധി 100 km/h ആണ് വരുന്നത്. നിർമ്മാണം നടത്തിയത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് കേട്ടോ. നിർമ്മാണം നടത്തിയത് ആരാണ്? റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. ആദ്യമായിട്ട് ഇതുവഴി ഓടിയ ട്രെയിനാണ് രാമേശ്വരം താമ്പരം എക്സ്പ്രസ് കേട്ടോ. രാമേശ്വരം താമ്പരം എക്സ്പ്രസ് ആണ് ആദ്യമായിട്ട് പുതിയ പാമ്പൻ പാലത്തിലൂടെ ഓടിയ ട്രെയിൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. പുതിയ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആകെ നീളം 2.07 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് പുതിയ പാമ്പൻ പാലം. സാങ്കേതികത എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനം 63 മീറ്റർ ഭാഗം ഉയർത്താൻ സാധിക്കും. ട്രെയിനിൻ്റെ പരമാവധി വേഗത 100 km/h ആണ് വരുന്നത്. നിർമ്മാണം നടത്തിയത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. അതുകൂടാതെ തന്നെ ആദ്യമായി ഇതുവഴി ഓടിയ ട്രെയിനാണ് രാമേശ്വരം താമ്പരം എക്സ്പ്രസ് എന്ന ട്രെയിനാണ് ആദ്യമായി ഈ പുതിയ പാമ്പൻ പാലം ത്രൂ ഓടിയത് കേട്ടോ. ക്ലിയർ ആണ്? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്താണ്, ചെനാബ് പാലം പഠിച്ചു, അഞ്ചീകണ്ട് പാലം പഠിച്ചു, പുതിയ പാമ്പൻ പാലം പഠിച്ചു. അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതൽ PSC എക്സാംസിൽ. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മാർക്ക് ഉറപ്പാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് വളരെ കുറവാണ്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നമ്മളത് അറേഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനോടെ നിങ്ങൾ മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.